ഹായ് ഫ്രണ്ട്സ്, പവീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റം ക്യാബേജ് കൊണ്ടൊരു പക്കോടയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: അരമുറി ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അര സ്പൂൺ അയമോദകം, അയമോദകത്തിന് ഹിന്ദിയിൽ അജ്വൈൻ എന്ന് പറയും, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, കുറച്ച് 1/4 സ്പൂണിൻ്റെ അത്രയും വേണ്ട കായം, ആവശ്യത്തിന് കടലമാവ്. ഇനിയും ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ക്യാബേജ് എല്ലാം കൂടെ ഒന്നിച്ചിടുക ഒരു പാത്രത്തിലോട്ട്. അത് കഴിഞ്ഞ് ഉള്ളി ഇടുക, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായം, ഈ അജ്വൈൻ നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് തിരുമ്മി വേണം ഇത് ചേർക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് ആദ്യം ഒന്ന് ഞെരടണം. ഇത് ഇപ്പോൾ ഞാൻ കൈവച്ച് മിക്സ് ചെയ്ത് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വന്ന്, ഇതിനകത്ത് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അതിനാണ് ഈ ഉപ്പിട്ട് നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിച്ചത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടലമാവ് ചേർക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ചൊന്ന് തിരുമ്മി നോക്കാം. ഇനി വേണമെങ്കിൽ രണ്ടാമത് ഉപയോഗിക്കാം. ഇനി ഒരു 2-2.5 സ്പൂൺ മാവിൻ്റെ കൂടെ ആവശ്യമുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. മുമ്പേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തുള്ളായിരുന്നു. നമ്മുടെ പക്കോടയ്ക്കുള്ള മാവ് റെഡിയായി. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് ഈ ക്യാബേജ് അതിനകത്ത് ഇടാൻ. അത് കൂടുതൽ കട്ടിയായിട്ടിടരുത്, ഇച്ചിരി പരത്തി വേണം ഇടാൻ. എണ്ണ ആദ്യം ഒന്ന് ചൂടായോ നോക്കട്ടെ. നല്ലതായിട്ട് എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇതിടാം. ഓരോന്നായിട്ട് ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തും മറ്റേ സൈഡ് തിരിച്ചിട്ടേക്കുവാണ്. ഇതിപ്പോൾ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇതിൽ ഞാൻ അജ്വൈൻ ചേർത്തേക്കുന്നത് നമ്മുടെ വയറുവേദനയ്ക്കൊക്കെ വേണ്ടി നല്ലതാണ്. ദഹനത്തിനും വയറുവേദനയ്ക്കും വേണ്ടി നല്ലതാണ്. അതിനാണ് അയമോദകം ചേർത്തിരിക്കുന്നത്. കായവും വയറിന് വേണ്ടി നല്ലതാണ്. ക്യാബേജിൻ്റെ പക്കോട റെഡിയായി. ഈ പക്കോട കഴിക്കാൻ മല്ലിയിലയുടെ ചട്നിയോ സോസോ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.